പോലീസ് സ്റ്റേഷനിലേക്ക് ഭീഷണി സന്ദേശവുമായി ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ കസ്റ്റഡിയിലെടുത്ത തൻ്റെ അനുയായികളായ കുട്ടികളെ വിട്ടയച്ചില്ലെങ്കിൽ ഈസ്റ്റ് സ്റ്റേഷനിൽ ബോംബ് വെക്കുമെന്നാണ് ഭീഷണി. ഫോൺ സന്ദേശമായിട്ടാണ് ഭീഷണി എത്തിയത്. സാജനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുര നടയിൽ സംഘടിപ്പിച്ച ആവേശം മോഡൽ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ഭീഷണിക്ക് കാരണമായത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ, ഈ തീക്കാറ്റ് സാജൻ ഇന്നലെ പോലീസ് എത്തുന്നത് അറിഞ്ഞ് തീക്കാറ്റ് പോലെ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ഓടി അകന്നു എന്നുള്ളതാണ് പിന്നീട് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 16 വയസ്സുള്ള കുട്ടികളാണ് തീക്കാറ്റ് സാജന്റെ ആരാധകർ എന്നതും പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും പിന്നിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നാം തൃശ്ശൂരിൽ നിന്ന് തന്നെ മറ്റൊരു ഗുണ്ടാ നേതാവ് ജയിൽ മോചിതനായതിൻ്റെ ആഘോഷം ഒരു പാടത്ത് വളരെ വിപുലമായ രീതിയിൽ നടത്തുകയും അത് വാർത്തയാവുകയും ചെയ്തത്. പക്ഷേ അതിൽ ഒരു കേസെടുത്ത് പോലീസ് അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് മറ്റൊരു സംഗതിയാണ്. തീക്കാറ്റ് സാജൻ എന്ന് പറയുന്ന പുത്തൂർ സ്വദേശി, തൃശ്ശൂരിലെ പുത്തൂർ സ്വദേശിയാണ്. ഏകദേശം 3 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 12 കേസുകളിൽ പ്രതിയാണ്. ഇയാളുടെ ജന്മദിനാഘോഷമാണ്. തൃശ്ശൂർ തെക്കേ ഗോപുരനടയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടമാറ്റം നടക്കുന്ന സ്ഥലത്താണ് ഗുണ്ടകളുടെ കുടമാറ്റം നടത്താൻ ഒരുക്കിയത് എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതും 16 വയസ്സ് പ്രായമുള്ള, 16 പ്രായപൂർത്തിയാകാത്ത 16 പേരാണ് ഉൾപ്പെടെ 32 പേരാണ് ഈ പരിപാടിക്ക് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 32 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. തീക്കാറ്റ് സാജൻ്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ ഏകദേശം 32ഓളം കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർ ഭാവിയിലെ ഗുണ്ടകളായി വളരാൻ മോഹിച്ച് തീക്കാറ്റ് സാജൻ്റെ അനുയായികളായി എത്തിയതാണ്. ഇതിൽ പ്രതികാരം കൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തീക്കാറ്റ് സാജൻ ഫോൺ ചെയ്തിരിക്കുന്നത്. ബോംബ് വയ്ക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് വളർന്നു വരുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ വലിയ പിടിയിലാണ് തൃശ്ശൂർ നഗരം. പല സ്കൂളുകളും കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വളർന്നു വരുന്ന ഗുണ്ടകളുടെ ആധിക്യം തൃശ്ശൂരിൽ വളരെയധികം ഉണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി വേണം ഈ വിഷയത്തെ നാം വിലയിരുത്താൻ. കൊച്ചുകുട്ടികളുടെ ചിത്രം നമുക്കത് കാണിക്കാൻ കഴിയില്ല. അത്രയേറെ കൊച്ചുകുട്ടികളുടെ ചിത്രം, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ ഗുണ്ട സാജനിൽ ആകർഷനായി എത്തുന്നു എന്നത് ഭയാനകമായൊരു കാര്യമാണ്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മറ്റൊരു നിയമ നടപടിയിൽ കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സാജൻ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാജനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തീക്കാറ്റ് ജയൻ പല കേസുകളിൽ പ്രതിയായിരുന്നു, പിന്നീട് ജയിൽ മോചിതനായി. അതിനിടയിലാണ് അയാളുടെ ജന്മദിനാഘോഷം ഇൻസ്റ്റാഗ്രാം വഴിയാണ് അനുയായികളെ അയാൾ കണ്ടെത്തിയിരുന്നത്. അത്തരത്തിൽ 32 പേർ ഒറ്റ ഘട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര അനുയായികളായിരിക്കും ഈ ഗുണ്ടയ്ക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വളരെ വ്യക്തമാണ്. അപകടകരമായ ഒരു സാഹചര്യമാണ്. ജെയ്സൺ പറഞ്ഞതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത 16 കുട്ടികളാണ്. അതിൽ പലരും പോലീസ് ഈ ജന്മദിനാഘോഷം തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തുമ്പോഴേക്കും തീക്കാറ്റ് സാജൻ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. തീക്കാറ്റ് സാജൻ ബോംബ് വെക്കുമെന്ന് പറയുമ്പോഴും പോലീസ് എത്തുമെന്നറിഞ്ഞ് മുങ്ങിയിട്ടുള്ള ഒരു ധൈര്യശാലിയായിട്ടുള്ള വ്യക്തിയാണ് തീക്കാറ്റ് സാജൻ എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും പല കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിസരം ഇന്നലെ നാടകീയ സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. പല കുട്ടികളുടെയും അച്ഛനമ്മമാർ ഇത് അറിഞ്ഞെത്തുകയും ഞെട്ടുകയും പലരെ അടിക്കാൻ ഓങ്ങുകയും നിലവിളികൾ കൊണ്ട് മുഖരിതമായിരുന്നു ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ പിന്നീട് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഗുണ്ടയുടെ പേര് കൊള്ളാം, തീക്കാറ്റ് സാജൻ.